ഹൈന്ദവ പുരാണത്തിൽ ഏറ്റവും പരമോന്നത ദേവതയായി കണക്കാക്കപ്പെടുന്നത് അഷ്ടലക്ഷ്മിയെ ആണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് അഷ്ടലക്ഷ്മി. ലോകമാതാവായ ലക്ഷ്മി ദേവിയുടെ 8 അവതാര രൂപങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ. അഷ്ടലക്ഷ്മിമാരിൽ ആദ്യത്തെ ദേവിയാണ് ആദിലക്ഷ്മി അഥവാ മഹാലക്ഷ്മി. സർവ്വസൃഷ്ടികളുടെയും ആദ്യ രൂപമാണ് ദേവി എന്ന് വിശ്വസിക്കുന്നു. താമരയിലിരിക്കുന്ന ആദിലക്ഷ്മിക്ക് 4 കരങ്ങളുണ്ട്. ചുവന്ന ഉടയാടയണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ ഒരു കൈയിൽ താമരയും മറ്റൊന്നിൽ വെളുത്ത പതാകയുമാണ്. മറ്റു 2 കരങ്ങളിൽ അഭയ വരദ മുദ്രകളാണുള്ളത്. അനന്തമായ സമ്പത്ത് പ്രദാനം ചെയ്യുന്ന ദേവിയെ മനഃശുദ്ധിയോടും പൂർണ്ണ വിശ്വാസത്തോടും പൂജിക്കണം. അഷ്ടലക്ഷ്മിമാരിൽ 2ാമത്തെ ദേവിയാണ് ധനലക്ഷ്മി. ചുവന്ന ഉടയാടയണിഞ്ഞ് താമരപ്പൂവിൽ വാഴുന്ന ദേവി 6 കരങ്ങളോട് കൂടിയവളാണ്. ശംഖ്, ചക്രം, കലശം, പത്മം, ധനുർ എന്നിവ ധരിച്ച ദേവിയുടെ അഭയമുദ്രയിലുള്ള കരത്തിൽ നിന്ന് ധനം വർഷിക്കുന്നു. പണം, സ്വർണം തുടങ്ങിയ എല്ലാ സമ്പത്തിൻ്റെയും ദേവിയാണ് ധനലക്ഷ്മി. ദേവിയുടെ 3ാമത്തെ രൂപമാണ് ധാന്യലക്ഷ്മി. ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെയും അന്നദായിനിയായി കണക്കാക്കപ്പെടുന്നു. പച്ച നിറത്തിലുള്ള ഉടയാട ധരിച്ചിരിക്കുന്ന ദേവിക്ക് 8 കൈകളാണുള്ളത്. കൈകളിൽ ധാന്യക്കതിർ, കരിമ്പ്, കദളീഫലം, താമര, അഭയമുദ്ര, വരമുദ്ര എന്നിവയാണുള്ളത്. ധാന്യസമൃദ്ധിയുടെ ദേവതയായ ധാന്യലക്ഷ്മി അനുഗ്രഹിച്ചാൽ കർഷകന് നല്ല വിളവെടുപ്പ് ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. 4ാമത്തെ ദേവീരൂപമാണ് ഗജലക്ഷ്മി. മൃഗസമ്പത്തിന്റെ ദേവതയായ ഗജലക്ഷ്മി ദേവി സമൃദ്ധിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. പത്മാസനസ്ഥയായ ദേവിയുടെ ഇരുവശങ്ങളിലുമായി 2 ആനകളുണ്ട്. ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും പ്രവഹിക്കുന്ന ജലധാര സമ്പത്തിനെയും സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും പ്രതിനിധീകരിക്കുന്നു. 4 കരങ്ങളോടുകൂടിയ ഗജലക്ഷ്മി ദേവിയുടെ 2 കരങ്ങളിൽ താമരയും മറ്റു 2 കരങ്ങളിൽ അഭയവരദ മുദ്രകളുമാണുള്ളത്. കന്നുകാലികൾ, ആനകൾ തുടങ്ങിയ മൃഗസമ്പത്ത് പ്രദാനം ചെയ്യുന്ന ഗജലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ ഗജലക്ഷ്മി പൂജ കുമാരപൂർണിമയിൽ നടത്തുന്നു. അർഹരായ ആളുകൾക്ക് അവരുടെ മുൻകാല കർമ്മങ്ങൾക്കും ഭക്തിയുടെ അളവുകൾക്കും അനുസൃതമായി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. 5ാമത്തെ അഷ്ടലക്ഷ്മി രൂപമാണ് സന്താനലക്ഷ്മി. ഭക്തർക്ക് സന്താന സൗഭാഗ്യം നൽകുന്ന ലക്ഷ്മി രൂപം. 6 കൈകളോട് കൂടിയവളാണ് ദേവി. 2 കൈകളിൽ കലശവും മറ്റു 2 കൈകളിൽ വാളും പരിചയും ഏന്തിയിരിക്കുന്നു. മറ്റൊരു കൈകൊണ്ട് മടിത്തട്ടിലിരിക്കുന്ന ശിശുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒരു കൈയിൽ അഭയമുദ്രയാണുള്ളത്. മടിയിലിരിക്കുന്ന ശിശുവിൻ്റെ കൈയിൽ അഭയമുദ്രയും താമരപ്പൂവും കാണാം. ആരോഗ്യമുള്ളതും ബുദ്ധിശക്തിയുള്ളതുമായ കുഞ്ഞുങ്ങളെ നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സന്താനങ്ങളുടെ ദേവത. ലക്ഷ്മി ദേവിയുടെ 6ാമത്തെ അഷ്ടലക്ഷ്മി രൂപമാണ് വീരലക്ഷ്മി. ധൈര്യവും നിർഭയത്വവും പ്രചോദിപ്പിക്കുന്ന വീരലക്ഷ്മി ധൈര്യലക്ഷ്മി എന്നും അറിയപ്പെടുന്നു. 8 കരങ്ങളോടുകൂടിയ വീരലക്ഷ്മി ദേവി ചുവന്ന ഉടയാടയണിഞ്ഞ് താമരയിൽ സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ കരങ്ങളിൽ സംരക്ഷണത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകങ്ങളായ ശംഖ്, ചക്രം എന്നിവയും യുദ്ധായുധങ്ങളായ അമ്പ്, വില്ല്, വാൾ എന്നിവയും ജ്ഞാനത്തിൻ്റെ പ്രതീകമായ താളിയോല ഗ്രന്ഥങ്ങളുമുണ്ട്. മറ്റ് 2 കരങ്ങളിലായി അഭയവരദ മുദ്രകളാണുള്ളത്. അഷ്ടലക്ഷ്മിമാരിൽ 7ാമത്തെ അവതാര രൂപമാണ് വിദ്യാലക്ഷ്മി. ദേവി അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മൂർത്തീഭാവമാണ്. ഭൗതിക വളർച്ചയ്ക്കും ജ്ഞാനത്തിനുമായി ഭക്തർ ഈ ദേവിയെ ആരാധിക്കുന്നു. വിദ്യാർത്ഥികൾ അക്കാദമിക് വിജയം നേടാൻ ദേവിയെ ആരാധിക്കാം. താമരപ്പൂവിൽ വാഴുന്ന ദേവി 4 കരങ്ങളോട് കൂടിയവളാണ്. 2 കരങ്ങളിൽ താമരപ്പൂവും മറ്റു 2 കരങ്ങളിൽ അഭയ വരദ മുദ്രകളുമാണുള്ളത്. വെളുത്ത ഉടയാടയണിഞ്ഞ ദേവി വിശുദ്ധിയുടെയും കൃപയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായി കാണപ്പെടുന്നു. ബുധനാഴ്ചകൾ വിദ്യാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ദേവിക്ക് അർപ്പിക്കുന്ന ഏറ്റവും നല്ല കാണിക്ക സൗന്ദര്യത്തെയും വിശുദ്ധിയെയും പ്രതീകപ്പെടുത്തുന്ന ലളിതമായ താമരപ്പൂക്കളാണ്. ലക്ഷ്മി ദേവിയുടെ 8ാമത്തെ അവതാര രൂപമാണ് വിജയലക്ഷ്മി. താമരപ്പൂവിൽ വാഴുന്ന ദേവി കടും ചുവപ്പ് നിറത്തിലുള്ള ഉടയാടയാണ് ധരിച്ചിരിക്കുന്നത്. ദേവി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും വിജയത്തെ പ്രതിനിധീകരിക്കുന്നു. 8 കരങ്ങളോടുകൂടിയ വിജയലക്ഷ്മി ദേവിയുടെ 4 കരങ്ങളിലായി വാൾ, കുരുക്ക്, പരിച തുടങ്ങിയ ആയുധങ്ങളുണ്ട്. 2 കൈകളിലായി ശംഖും ചക്രവും കാണാം. ബാക്കി 2 കൈകളിലായി അഭയവരദ മുദ്രകളാണുള്ളത്.
ദേവിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ശക്തിയും പോസിറ്റീവ് ഊർജവും ലഭിക്കും. ഇവ രണ്ടും ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. ദേവിക്ക് ഏറ്റവും നല്ല വഴിപാടാണ് സിന്ദൂരം. അതുപോലെ തന്നെ സംഗീതവും. സംഗീതത്തിലൂടെയും ദേവിയെ ആരാധിക്കാം. ഈ രണ്ട് വഴിപാടുകളും ദേവിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്.